സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭം നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വഴും കണക്കനുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. കളരിസ്പന്ദനം ഒരുക്കുന്ന നാരായണീയോത്സവത്തിലേക്ക് സ്വാഗതം. 96ാമത്തെ ദശകമാണ് ഇന്നിവിടെ വിചിന്തനം ചെയ്യപ്പെടുന്നത്. ഇപ്പം നമ്മൾക്കറിയാം 95 ദശകങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ആ ഭഗവാന്റെ കാരുണ്യം എന്ന് തന്നെ പറയാം. ധാരാളം ആളുകൾ, അതായത് 95 ഇന്ന് 6 പാരായണങ്ങൾ കഴിഞ്ഞു. പ്രഗത്ഭരായ ഒരുപാട് ആളുകളുടെ പ്രഭാഷണവും നമ്മൾ കേട്ടു. അതിനിടയ്ക്ക് എപ്പോഴൊക്കെയോ ഞാനും വന്നുപോയി. ആ ഭഗവാന്റെ കാരുണ്യം തന്നെ. ഭഗവാന്റെ നാമങ്ങളും കഥകളും കീർത്തനങ്ങളൊക്കെ ഇനിയും ധാരാളം നമ്മൾക്കൊക്കെയും ആസ്വദിക്കാൻ അനുഭവിക്കാനും സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 96ാമത്തെ ദശകം നമുക്ക് നോക്കാം. ഏതായാലും ഇങ്ങനൊരു അവസരം നമ്മൾക്ക് തന്നത് കളരിസ്പന്ദനം എന്ന ഈ സത്സംഗവേദിയാണ്. ആ വേദിക്ക് മുമ്പാകെ ഒരു പഞ്ചാംഗ നമസ്കാരം അർപ്പിച്ചിട്ടാവാം. ശരി. ഇപ്പോൾ 96ാമത്തെ ദശകം ഭഗവത് വിഭൂതികളും ജ്ഞാന കർമ്മ ഭക്തി യോഗങ്ങളും. അപ്പോൾ ഈ വിഭൂതികളെക്കുറിച്ചിട്ട് വിഭൂതി യോഗം എന്നുള്ള പേരിൽ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. 10ാമത്തെ അധ്യായം. അവിടെ വിശദമായിട്ട് ഭഗവാൻ തന്നെ നേരിട്ട് പറയുന്നതായി കാണുന്നുണ്ട്. ഇതേ സംഗതി ഏകാദശ സ്കന്ധത്തിൽ ഭാഗവതത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗവതത്തിലെ ഒരു 1-2 അധ്യായങ്ങളെ 2 ശ്ലോകങ്ങളിലേക്ക് ചുരുക്കിയിരിക്കുകയാണ് ഭട്ടതിരിപ്പാട് ഇവിടെ. അപ്പോൾ വൈയാകരണൻ തന്നെ. അപ്പോൾ അങ്ങനെ ഈ നാരായണീയത്തിൽ തന്നെ ഭക്തിപ്രാർത്ഥനയെ പറ്റി പറയുന്ന അധ്യായമുണ്ട്. 2ാമത്തെ ദശകം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതേ കാര്യം തന്നെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ചെയ്യുന്നത്. 1ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത് പരമുരുമഹിമന്നക്ഷരാണാമകാരസ്താരോ മന്ത്രേഷു രാജ്ഞാം
മനുരസി മുനിഷുത്വം ഭൃഗുർനാരദോപി പ്രഹ്ലാദോ ദാനവാനാം പശുഷു ച സുരഭിഃ പക്ഷിണാം വൈനതേയോ നാഗാനാമസ്യ നന്ദഃ സുരസരിദപി ച സ്രോതസാം വിശ്വമൂർത്തേ. വിഭൂതിയോഗത്തിൽ പറഞ്ഞിട്ടുള്ള അതേപോലത്തെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഭാഗവതത്തിൽ. പക്ഷെ എന്നാലും ഭട്ടതിരിപ്പാട് ഇവിടെ ശരിക്കും ഗീതയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഈ ഒരു ശ്ലോകത്തിനായിട്ടെന്ന് പറയാം. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത്, അവിടുന്ന് തന്നെയാണ് ആ പരബ്രഹ്മമായിട്ടുള്ള സാക്ഷാത് പരമുരുമഹിമൻ, ഉരുമഹിമൻ എന്ന് ഇവിടെ വിളിക്കുകയാണ്. അപ്പോൾ അനന്തമഹിമാവായിട്ടുള്ള ആ ഭഗവാൻ അവിടുന്ന് തന്നെയാണ് ആ പരബ്രഹ്മം എന്നുള്ളത് ഇവിടെ പറയാണ്. അക്ഷരാണാമകാരഃ, അക്ഷരങ്ങളിൽ വെച്ച് അകാരം. ഓരോ അക്ഷരങ്ങൾ കൊണ്ട് ഓരോ ദേവതകളെ പറയും. അകാരം മഹാവിഷ്ണുവാണ്. കഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, മാ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി. അതുകൊണ്ടാണ് ലക്ഷ്മീപതിയായ മാധവൻ എന്ന് പറയാൻ കാരണം, ലക്ഷ്മീപതി എന്നർത്ഥം. അപ്പം അങ്ങനെ ഓരോ ഇവിടെ ഭഗവാനെ പറ്റി പറയുമ്പോൾ ഗുരുവായൂരപ്പനെയാണല്ലോ ഭജിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അക്ഷരങ്ങളിൽ അകാരമാണ് എന്ന് പറയാണ്. ഇനി താരോ മന്ത്രേഷു, മന്ത്രങ്ങളിൽ വെച്ച് താരകമന്ത്രം, അതായത് താരഹ എന്ന് പറയുമ്പോൾ ക്രോസ് ചെയ്യാൻ, സംസാര സാഗരത്തെ കടക്കാൻ സഹായിക്കുന്നത്, അത് ഈ മന്ത്രമാണെന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രങ്ങളിൽ വെച്ച് ഓംകാരം. പിന്നെ രാജ്ഞാം മനുഹു, രാജാക്കന്മാരിൽ വെച്ച് മനു എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഒരു മനുക്കളും പെടില്ല. മനു എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭുവ മനു. അപ്പോൾ ഭാഗവതത്തിൽ പറയുന്നുണ്ട് സ്ത്രീകളിൽ ശതരൂപാദേവി എന്ന്, പുരുഷന്മാരിൽ മനു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് രാജാക്കന്മാരിൽ മനുവാണ്. പിന്നെയോ മുനിഷുത്വം ഭൃഗുർനാരദോപി, മുനികളിൽ ഭൃഗുവും നാരദനും എന്ന് വെച്ചാൽ മനനഹ ഇതി മുനി. അപ്പോൾ ഇവിടെ മുനി എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ടല്ലോ, ബ്രഹ്മർഷി, രാജർഷി, ദേവർഷി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് ഭൃഗു, തപസ് ചെയ്ത് പാകം വന്ന ആളാണ് ഭൃഗു മഹർഷി. അപ്പോൾ മഹാഋഷി, അങ്ങനെയാണ് മഹർഷി. നാരദനാണെങ്കിൽ ദേവർഷികളിൽ വെച്ച് അഗ്രഗണ്യൻ. പ്രഹ്ലാദോ ദാനവാനാം, ദാനവന്മാരിൽ വെച്ച് പ്രഹ്ലാദൻ അവിടുന്ന് തന്നെയാണ്. പശുഷു ച സുരഭിഹി, പശുക്കളിൽ വെച്ച് സുരഭി, അതായത് കാമധേനു. അപ്പോൾ പശു എന്ന സംസ്കൃതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൃഗം എന്നുള്ള അർത്ഥത്തിൽ, മൃഗങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് പശുഷു. പക്ഷേ ഗീത എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അശ്വങ്ങളിൽ വെച്ച് ഉച്ചൈശ്രവസാണ്. പിന്നെ ഗജേന്ദ്രന്മാരിൽ വെച്ച് ഐരാവതമാണ് എന്നൊക്കെ പറയുന്നത് കാണാം. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പശുക്കളിൽ വെച്ച് എന്ന് പറയുമ്പോൾ പശു തന്നെയാണ്. പശുക്കളിൽ വെച്ച് കാമധേനു അവിടുന്ന് തന്നെ. പക്ഷിണാം വൈനതേയോ, പക്ഷികളിൽ വെച്ച് വൈനതേയൻ, വിനതയുടെ പുത്രനാണ് ഗരുഡൻ. അപ്പോൾ അങ്ങനെ ഗരുഡനാണ് പക്ഷികളിൽ വെച്ച് അവിടുന്ന്. നാഗാനാമസ്യ അനന്തഃ, നാഗങ്ങളിൽ വെച്ച് അനന്തൻ, ശേഷനാഗം. സുരസരിദപി ച സ്രോതസാം വിശ്വമൂർത്തേ, സ്രോതസ്സുകളിൽ വെച്ച്, അതായത് നദികളിൽ വെച്ച് സുരസരിത്, സരിത് എന്ന് പറഞ്ഞാൽ നദി. അപ്പോൾ സുരസരിത്ത് എന്ന് പറഞ്ഞാൽ ദേവലോകത്തു നിന്നും പുറപ്പെട്ടതുകൊണ്ട് ഗംഗയാണ് സ്രോതസ്സുകളിൽ വെച്ച്. അപ്പോൾ ജലാശയങ്ങളിൽ വെച്ച് സാഗരം ആണ് എന്ന് ഭാഗവതം പറയുന്നുണ്ട്. അതേപോലെ തന്നെ
ജാഹ്നവി ഗംഗയുടെ മറ്റൊരു പേരാണ്. അപ്പോൾ നദികളിൽ വെച്ച് ജാഹ്നവിയാണെന്ന് ഭാഗവതം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവാൻ സാധ്യത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഭഗവാനാണെങ്കിൽ മറ്റുള്ളതൊന്നും ഭഗവാനല്ലേ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണത്? അത് നമുക്ക് കുറച്ചും കൂടി അടുത്ത ശ്ലോകത്തിൽ മനസ്സിലാക്കാം. അപ്പം അതും കൂടി വായിച്ചിട്ട് നമുക്കത് പറയാം. 2-ാമത്തെ ശ്ലോകം. ബ്രഹ്മണ്യാനാം ബലിസ്ത്വം ക്രതുഷു ച ജപയജ്ഞോസി വീരേഷു പാർത്ഥോ ഭക്താനാമുദ്ധവസ്ത്വം ബലമസി ബലിനാം ധാമ തേജസ്വിനാം ത്വം നാസ്ത്യന്തസ്തദ്വിഭൂതേ വികസതതിശയം വസ്തു സർവം ത്വമേവ ത്വം ജീവസ്ത്വം പ്രധാനം യദിഹ ഭവദൃതേ തന്ന കിഞ്ചിത് പ്രപഞ്ചേ. ബ്രഹ്മണ്യാനാം ബലിഃ ബ്രാഹ്മണ ഭക്തന്മാരിൽ വെച്ചിട്ട് ബലി, മഹാബലി. ക്രതുഷു ച ജപയജ്ഞോസി. ക്രതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗങ്ങളിൽ വെച്ച് ജപയജ്ഞം. അപ്പോൾ യജ്ഞങ്ങളിൽ പെടുന്നത് ഏറ്റവും മഹത്തരം ജപയജ്ഞമാണെന്നർത്ഥം. ജപിക്കുക, നാമജപം, അത് തന്നെയാണ് ഏറ്റവും ഉത്തമം. വീരേഷു പാർത്ഥോ. വീരന്മാരിൽ വെച്ച് അർജുനനാണ് ഭഗവാൻ. ഭക്താനാം ഉദ്ധവഃ ത്വം. ഭക്തന്മാരിൽ വെച്ച് ഉദ്ധവൻ വലിയ ഭക്തനാണ്. ബലമസി ബലിനാം ധാമ തേജസ്വിനാം ത്വം. ഇപ്പോൾ ബലവാന്മാരിൽ, ബലവാൻ എന്ന് പേര് പറയാൻ കാരണം ബലമുള്ളത് കൊണ്ടല്ലേ. അപ്പം ആ ബലം ഭഗവാന്റെ ചൈതന്യമാണ്. തേജസ്വികളുടെ തേജസ് അവിടുന്ന് തന്നെയാണ്. പിന്നെ അങ്ങനെ നോക്കിയാൽ അവിടുത്തെ വിഭൂതിക്ക് അറ്റമില്ല, അനന്തമാണ് എന്ന് പറയാണ്. എന്തൊക്കെ ഒരു ഗീതയുടെ 40-ാമത്തെ ശ്ലോകത്തിലോട്ട് പറയുന്നുണ്ട്, എന്തൊക്കെ ജ്വലിക്കുന്നോ എന്തൊക്കെ എല്ലാം ആ ഭഗവാന്റെ തേജസ്സിൻ്റെ അംശങ്ങളാണെന്ന് പറയാണ്. അതുതന്നെയാണ് ഇവിടെയും പറയണത്. സ്പഷ്ടമായിട്ടുള്ള ഉന്നതിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഉത്കൃഷ്ടമായിട്ടുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം നിന്തിരുവടി തന്നെ. അവിടുന്ന് തന്നെയാണ് പ്രകൃതിയും പുരുഷനും. അത് നമ്മൾ നേരത്തെ ഒരു ദശകത്തിൽ പഠിച്ചു കഴിഞ്ഞു. ആ വിരാട് പുമാനിൽ നിന്ന് മായ ഉണരുന്നതും എന്നിട്ട് ആ വിരാട് പുമാനെ ഉണർത്തി പിന്നീടാണ് സൃഷ്ടികളെല്ലാം തന്നെ ഉണ്ടാവുന്നതെന്ന് പഠിച്ചു. അപ്പോൾ ആ പുരുഷനും സ്ത്രീയും, പുരുഷനും ശക്തിയും രണ്ടും അവിടുന്ന് തന്നെയാണ്. ഇഹ പ്രപഞ്ചേ യത് ഭവദൃതേ തത് കിഞ്ചിത് ന. മറ്റൊന്നും തന്നെ ഇല്ല. ഇതെന്നാണ് നമ്മൾ നേരത്തെ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടേണ്ടത്. അതായത് ഉള്ളതിൽ വെച്ച് മികച്ചതെല്ലാം അവിടുന്ന് തന്നെ എന്ന് പറയുമ്പോൾ അത് ഭഗവാനെ വാഴ്ത്തലാണ്. അതിനർത്ഥം മറ്റുള്ളതൊന്നും ഭഗവാനല്ല എന്നല്ല. ഭഗവാൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഇല്ലാത്തത് എന്ന് ഒരു മറുചോദ്യം ചോദിക്കാം. ഭഗവാൻ എന്താണ് ചോദിച്ചാൽ എന്തല്ലാത്തത് എന്നാണ് ഉത്തരം ഒരു മറുചോദ്യമായിട്ട് ചോദിക്കാമെന്നർത്ഥം. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ സ്ത്രീരത്നങ്ങൾക്ക് വേഗം മനസ്സിലാവുന്ന തരത്തിലൊരു ഉദാഹരണം പറയാം. അതായത് ഒരു തീയലുണ്ടാക്കുകയാണ്. പാവയ്ക്ക, കയ്പ്പയ്ക്ക, എന്താ പറയുക, അതിട്ടിട്ടൊരു തീയലുണ്ടാക്കുക. അതിൽ ഇഞ്ചിയും ചേർത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് കറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവയ്ക്ക തീയൽ എന്ന് പറയുന്നത്. അതേസമയം പാവയ്ക്ക ഒരു കഷ്ണം ഇട്ടിട്ട് ഇഞ്ചി
അധികം ചേർത്ത് കഴിഞ്ഞാൽ അതെന്താവും, ഇഞ്ചിത്തീയലാവും. പാവയ്ക്കിടാതെയും ഇഞ്ചിത്തീയൽ ഉണ്ടാക്കും. അല്ല, അങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ എന്തിനാണോ കൂടുതൽ പ്രാധാന്യമുള്ളത്, അല്ലെങ്കിൽ എന്താണോ മുഴച്ച് നിൽക്കുന്നത്, അതിൻ്റെ പേരാണ് നമ്മൾ അതിന് കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനുണ്ട്. പക്ഷേ ചൈതന്യം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ജ്വലിക്കുന്നത് ആ ശരീരത്തിൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ചാണ്. അപ്പോൾ ചില ആളുകളിൽ തേജസ് വർദ്ധിച്ചിരിക്കും, അല്ലെങ്കിൽ സത്വഗുണം കൂടിയിരിക്കും. അപ്പോഴാണ് അയാൾ സാത്വികനാവുന്നത്. അപ്പോൾ അതേപോലെ ഓരോന്നും ഈ പറഞ്ഞ ഓരോന്നിലും ഇത് ഭഗവാനാണ് എന്ന് പറയുമ്പോൾ അത് മികച്ച കർമ്മങ്ങൾ നടത്തിയിട്ടുള്ള ശരീരങ്ങളാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവയല്ലാത്ത ബാക്കിയുള്ളതും അതിലും ഭഗവാൻ തന്നെയാണ് ഉള്ളത്. ഈശ്വര സർവഭൂതാനാം എന്ന് ഹൃദ്ദേശേർജുന തിഷ്ഠതി എന്ന് ഗീത തന്നെ പറയുന്നുണ്ട്. എല്ലാ സർവഭൂതങ്ങളിലും ഹൃദയത്തിൽ വസിക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണ് എന്ന് ഗീത പറയുന്നു. അപ്പം അത് തന്നെയാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഏകാദശ സ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായം മുതൽ 24 അധ്യായം വരെയുള്ള 9 അധ്യായങ്ങളുടെ ഒരു സംഗ്രഹമാണ് 2 ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപദവിഹിതം തത്പരത്വേന ഭക്ത്യാ കുർവന്തോന്തർവിരാഗേ വികസതി ശനകൈഃ സന്ധ്യജന്തോ ലഭന്തേ സത്താ സ്ഫൂർത്തിപ്രിയത്വാത്മകമഖില പദാർത്ഥേഷു ഭിന്നേഷ്വഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി ത്വദ്വിബോധം വിശുദ്ധം. ധർമ്മം വർണ്ണാശ്രമാണാം. ഇപ്പോൾ വർണ്ണങ്ങൾ നമുക്കറിയാം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അങ്ങനെ 4 വർണ്ണങ്ങൾ. പിന്നെ ബ്രഹ്മചര്യം മുതലുള്ള ആശ്രമങ്ങൾ, ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെയുള്ള 4 ആശ്രമങ്ങൾ. ഇതൊക്കെ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. പക്ഷേ എങ്ങനെ അനുഷ്ഠിക്കണം? വേദങ്ങളിൽ പറഞ്ഞ പ്രകാരം അനുഷ്ഠിക്കണം. വേദങ്ങളാൽ വിധിക്കപ്പെട്ട ധർമ്മത്തെ അതും ഭക്തിയോടെ ഭഗവാനിൽ മനസ്സർപ്പിച്ചു കൊണ്ടിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർ അവരുടെ മനസ്സ് പതുക്കെ 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 വൈരാഗ്യത്തിലേക്ക് നയിക്കും. അപ്പോൾ ഭക്തിയോടുകൂടി വേണം, അതും വേദങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കണം. അങ്ങനെ ചെയ്താൽ മനസ്സിന് ശുദ്ധി വരും, വൈരാഗ്യം സിദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുമ്പോൾ പിന്നെ ആ ധർമ്മത്തെ പതുക്കെ ഉപേക്ഷിക്കുന്നവരായിട്ട് സച്ചിദാനന്ദം എന്നുള്ള ആ ഉണ്മ, സത്യം, പ്രകാശം, ആനുകൂല്യം, അങ്ങനെയുള്ള ആ ഒരു സത്ത്, ചിത്ത്, ആനന്ദ്, ആ ഒരു സ്വരൂപത്തോട് കൂടിയിട്ടുള്ളതും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയില്ലേ, വ്യത്യസ്തങ്ങളായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളിലും ഏകനായിരിക്കുന്ന ആ സ്വരൂപത്തെയും പിന്നെ ഈ ജഗത്തിന് കാരണമായതും ഇനി കാരണമില്ലാത്തതും എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കാരണം ഭഗവാൻ. എന്നാൽ ഭഗവാന് കാരണം എന്താണ്? കാരണമില്ല. അപ്പം അതുകൊണ്ട് നിഷ്കാരണം എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഭഗവാന്റെ പരിശുദ്ധവും വിശിഷ്ടവുമായിട്ടുള്ള ആ ഭഗവാനെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം നമ്മൾക്ക് അപ്പോഴാണ് ലഭിക്കാൻ അർഹതയാവുക എന്നാണ് പറയുന്നത്.
നാലാമത്തെ ശ്ലോകം. ജ്ഞാനം കർമാവിഭക്തിസ്ത്രിതയമിഹ ഭവത്പ്രാപകം തത്ര താവന്നിർവിന്നാനാമശേഷേ വിഷയ ഇഹ ഭവേത് ജ്ഞാനയോഗേധികാരഃ സക്താനാം കർമ്മയോഗസ്ത്വൈഹി വിനിഹിതോ യേതു നാത്യന്തസക്താ നാപ്യത്യന്തം വിരക്താസ്ത്വയി ച ധൃതരസാ ഭക്തിയോഗോ ഹ്യമീഷാം. ഇപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ദശകത്തിൽ ഒരു 8ാമത്തെ ശ്ലോകം പഠിച്ചിട്ടുണ്ട്. നിഷ്കാമം നിയതസ്വധർമ്മചരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. അതിൽ പറയുന്നുണ്ട് ഭട്ടതിരിപ്പാട് തന്നെ മറ്റ്, അതായത് ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം ഇവയിൽ വെച്ച് ജ്ഞാനയോഗം കർമ്മയോഗം അനുഷ്ഠിക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ്. അതിൻ്റെ ഫലം വളരെ വിദൂരത്താണ്. ഏറ്റവും എളുപ്പവും പെട്ടെന്ന് ലാഭം തരുന്നതും, അതായത് പെട്ടെന്ന് പ്രാപ്തി എത്തുന്നതുമാണ് ഭക്തിയോഗം എന്ന് അവിടെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തന്നെ ഇവിടെ ആവർത്തിക്കുകയാണ്. അതായത് ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും ഈ 3 ഭഗവാനെ പ്രാപിക്കാൻ ഉള്ള ഉപായങ്ങളാണെന്നാണ് പറയണത്. അതായത് ഈ 3 വഴികളും എത്തപ്പെടുന്നത് ഭഗവാങ്കൽക്ക് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇനി ഈ 3ലും വെച്ച് എല്ലാ വിഷയങ്ങളും വൈരാഗ്യം വന്നവർ അനുഷ്ഠിക്കാൻ പറ്റിയ യോഗമാണ് ജ്ഞാനയോഗം. എന്ന് വെച്ചാൽ ജ്ഞാനയോഗം ഫലപ്രദമാവണമെങ്കിൽ നന്നായി വൈരാഗ്യം വരണം എന്നർത്ഥം. സകല ഇന്ദ്രിയാദി വിഷയങ്ങളിൽ നിന്നും വൈരാഗ്യം വരണം, ഡിറ്റാച്ച്മെൻറ്റ്, ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയാൽ മാത്രമേ ജ്ഞാനയോഗം കൊണ്ട് കാര്യമുള്ളൂ. അതായത് തുടക്കം കഷ്ടം, വഴികളൊക്കെയും കഷ്ടം, അവസാനം ജന്മാന്തരങ്ങൾ കഴിയുമ്പോൾ ആ ഫലം ലഭിക്കും. അപ്പോഴാണ് ആ മധുരം അറിയാം. ഇനി കർമ്മയോഗമാണെങ്കിൽ അത് വിഷയാസക്തന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എല്ലാ വിഷയങ്ങളിലും ആസക്തിയുള്ളവരാണ്. അവർക്ക് അനുഷ്ഠിക്കാൻ അവർ ഓൾറെഡി കർമ്മം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ കർമ്മങ്ങൾ പക്ഷേ അതിനും ചില ചിട്ടവട്ടങ്ങളുണ്ട്. അപ്പോൾ യമനിയമാദികളൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ രീതിയിലൊക്കെ ജീവിക്കണം വേദങ്ങളിലൊക്കെ പറഞ്ഞ്. അതിന് ഉദാഹരണമായിട്ടാണ് ആദ്യമായിട്ട് നമ്മളുടെ ആദം ഹൗവ എന്നൊക്കെ പറയുന്ന പോലെ ശതരൂപാദേവിയും സ്വയംഭുവ മനുവും അവരനുഷ്ഠിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമികൾ ജീവിക്കേണ്ടതെന്ന്. അപ്പോൾ അവരുടെ വർണ്ണാശ്രമങ്ങൾക്ക് അനുസരിച്ച് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ. ഓരോ ജന്മങ്ങളിലും നമുക്ക് ഓരോ വർണ്ണങ്ങളും ആശ്രമങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വർണ്ണത്തിനനുസരിച്ച് വേണം നമ്മൾ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ. ബ്രാഹ്മണരാണെങ്കിൽ അഗ്നിഹോത്രാദികളൊക്കെ ചെയ്യണം, യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ ചെയ്യണം. അഗ്നിഹോത്രം ചെയ്യുമ്പോൾ അഗ്നിഹോത്രി, സോമയാഗം ചെയ്യുമ്പോൾ സോമയാചലു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. മാത്രമല്ല അങ്ങനെ ഒരു യാഗം ചെയ്ത് പേരെടുത്താൽ മാത്രം പോരാ, അതിൽ നിന്നുണ്ടായിട്ടുള്ള അഗ്നിയെ സംരക്ഷിക്കുകയും വേണം. കാലാകാലം തൻ്റെ ജീവിതാവസാനം വരെ സംരക്ഷിച്ചിട്ട് അടുത്ത തലമുറയ്ക്ക് അതിനെ പകർന്നു കൊടുക്കുകയും കൂടി വേണം, ആ അഗ്നിയെ കെടുത്താതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്തൊന്നും ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് പോകാൻ പറ്റില്ല. ഭാര്യയും ഭർത്താവും കൂടി യജമാനനും യജമാനത്തിയായിട്ട് യാഗത്തിൽ ഇരുന്നാൽ പിന്നെ അതിൽ യജമാനനോ അല്ലെങ്കിൽ യജമാനത്തെയോ ആ അഗ്നിയെ സംരക്ഷിച്ചുകൊണ്ട് ആ വീട്ടിലെവിടെയാണോ യാഗം നടത്തിയത് അവിടെ തന്നെ ഉണ്ടാവണം. അപ്പം അങ്ങനെ ഉള്ള ഒരുപാട് ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും ആശ്രമങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയാസക്തന്മാർക്ക് ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള രൂപമൊക്കെ വർണ്ണിച്ച് അങ്ങനെ വിഷയത്തോട് കൂടിയിട്ട് തന്നെ ജീവിക്കാം. പക്ഷെ അതിലും ഒരുപാട് ജന്മങ്ങൾ കൈക്കൊണ്ട് കഴിഞ്ഞാലേ ആ വിഷയപ്രാപ്തി ലഭിക്കുള്ളൂ. ഭഗവാനിലേക്ക് വിചാരിച്ച പോലെ മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും എന്നർത്ഥം. ഇനി ഇത് രണ്ടിൻ്റെയും ഇടയിലാണ്. അപ്പോൾ കർമ്മയോഗം എന്ന് പറയണത് അനുഷ്ഠിക്കുമ്പോൾ മറ്റേതിൻ്റെ അത്ര ബുദ്ധിമുട്ടില്ല,
കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മധുരം കുറേ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ ജന്മങ്ങൾക്ക് ശേഷം നല്ല മധുരം. ആദ്യവും അവസാനവും മധുരം തരുന്നതാണ് ഭക്തിയോഗം എന്ന് പറയണത് എന്ന് പറയാണ്. അപ്പോൾ ഭക്തിയോഗം ആരാണ് അനുഷ്ഠിക്കുന്നത്? വിഷയങ്ങളിൽ ആസക്തി ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ അത്യാസക്തി ഇല്ല. വൈരാഗ്യം വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി വൈരാഗ്യം വന്നിട്ടില്ല, എന്നാൽ കുറേശ്ശൊക്കെ വൈരാഗ്യമുണ്ട്. ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള വിഷയങ്ങളിൽ മറ്റുള്ളവർക്കുള്ള അത്ര വൈരാഗ്യം അല്ലെങ്കിൽ അത്ര ആസക്തി ഇല്ല. അപ്പോൾ അത്യാസക്തിയും അത്യന്തം വൈരാഗ്യവും ഇല്ലാത്തവർക്കാണ് ഭക്തിയോഗം പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പോൾ ഭഗവാനിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടായവരും ഒക്കെ സത്സംഗികൾ അല്ലെങ്കിൽ സജ്ജനങ്ങൾ ഒക്കെ അനുഷ്ഠിക്കുന്ന യോഗം ഏറ്റവും എളുപ്പത്തിൽ ഫലം കിട്ടുന്നതും ആയിട്ടുള്ള യോഗം എന്ന് പറയുന്നത് ഈ ഭക്തിയോഗമാണ്. ഭക്തിയോഗം തന്നെയാണ് മറ്റുള്ള യോഗങ്ങളിൽ നിന്നും ശ്രേഷ്ഠമായത്, ഉത്തമമായത് എന്നൊക്കെ പല ഒരു ഭട്ടതിരിപ്പാട് പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ഇവിടെ ഒന്നും കൂടി പറഞ്ഞു ഉറപ്പിക്കുകയാണ്. ശ്ലോകം 5. ജ്ഞാനം തത് ഭക്തതാം വാലഘു സുഹൃതവശാന്മർത്യലോകേ ലഭന്തെ തസ്മാദത്രൈവ ജന്മ സ്പൃഹയതി ഭഗവന്നാകഗോ നാരകോ വാ ആവിഷ്ടം മാം തു ദൈവാത് ഭവജലനിധിപോതായിതേ മർത്യദേഹേ ത്വം കൃത്വാ കർണധാരം ഗുരുമനുഗുണവാതായിതസ്താരയേധാഃ. ഇവിടെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള മനുഷ്യ ജന്മത്തിൻ്റെ ഒരു ഗുണത്തെപ്പറ്റി പറയാണ്. ഈ മനുഷ്യവർഗത്തിൽ ആണ് തത്വജ്ഞാനം സിദ്ധിക്കുക അല്ലെങ്കിൽ ഭക്തി, ഭഗവാനോട് ഭക്തി തോന്നുക എന്നൊക്കെ പറയണത് സാധ്യമാവുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ അത് ഏതൊക്കെയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യ ശരീരം നമുക്ക് ലഭിച്ചത്, അനായാസേന ലഭിച്ചത് എന്ന് പറയാണ് ഭട്ടതിരിപ്പാട്. എന്താ അങ്ങനെ പറയാൻ കാരണം? പൂന്താനം പോലും പറഞ്ഞിട്ടുണ്ട്, ഈ ഭാരത ഭൂഖണ്ഡത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ ഭാഗ്യം തരണേന്ന് വീണ്ടും വീണ്ടും. അതെന്താ അവരൊക്കെ അങ്ങനെ പറയാൻ കാരണം? ഈ ഭൂമിയിൽ മാത്രമാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും കൂടെ അതിൻ്റെ ഫലം സിദ്ധിക്കുകയും ചെയ്യുന്നത്. ബാക്കിയുള്ള ലോകങ്ങളിലൊക്കെ ഈ ഭൂമിയിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം സിദ്ധിക്കാൻ വേണ്ടി മാത്രം പോണതാണ്. അവിടെ കർമ്മങ്ങളുടെ പ്രാധാന്യമില്ല, അല്ലെങ്കിൽ അവിടെ വെച്ച് കർമ്മം ചെയ്യാൻ പറ്റില്ല. ഇവിടെ കർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ ദുഷ്ടത്തരം ചെയ്താൽ നരകം ലഭിക്കും എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ കുറേ നരകങ്ങളെ കുറിച്ചിട്ട് ഭാഗവതവും ദേവി മഹാത്മ്യമൊക്കെ വർണ്ണിച്ച് കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. രുരു, രൗരവം, കുംഭീപാകം തുടങ്ങിയിട്ട് ഒരുപാട് നരകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കനുസരിച്ച് അവിടെ അത് നരകങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടും. അവിടെ അത് അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ല ഇവിടെ വലിയ വലിയ പുണ്യങ്ങളൊക്കെ, നല്ല നല്ല കർമ്മങ്ങളൊക്കെ, നിഷ്കാമ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗം ലഭിക്കും എന്ന് പറയുകയാണെങ്കിൽ ആ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടും. അവിടെ അതിൻ്റെ ആ സുഖം അനുഭവിക്കും. പക്ഷേ കർമ്മം ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരണം. അതുകൊണ്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ, സ്വർഗത്തിൽ വസിക്കുന്നവരും നരകത്തിൽ വസിക്കുന്നവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ മർത്യവർഗത്തിൽ തന്നെ ജനിക്കണേ എന്നാണ് അവർ കൊതിക്കുന്നത് എന്നാണ്. നാഗകോ നാരകോവ എന്ന് പറയാൻ കാരണം അത്രയും ജന്മസ്പൃഹയതി എന്ന് പറയാണ്. അത്രയേവ ജന്മസ്പൃഹയതി. ഇപ്പം അവരൊക്കെ ഇവിടെ ഭൂമിയിൽ ജനിക്കാൻ ഇച്ഛിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത്. സംസാര സമുദ്രം, ഭവസാഗരം, സംസാര സമുദ്രം എന്നൊക്കെ പറയണത് ഈ ഇഹലോകത്തെക്കുറിച്ചിട്ടാണ്. എന്നിട്ടൊരു ഉദാഹരണം പറഞ്ഞു തരണം നമ്മൾക്ക്, ഒരു സങ്കല്പം. അതായത് ഈ സംസാരത്തെ
സമുദ്രമായിട്ട് കാണുകയാണെങ്കിൽ അത് കടക്കണമെങ്കിൽ ഒരു കപ്പൽ വേണം. ആ കപ്പലാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അങ്ങനെ ആ മനുഷ്യ ശരീരത്തിൽ ഒരു എന്തൊക്കെയോ സുകൃതങ്ങളെ കൊണ്ടാണ് നമ്മൾക്കൊക്കെ പ്രവേശിക്കാൻ, നമ്മളുടെ ഈ ആത്മാക്കൾക്കൊക്കെ ആ ശരീരം ലഭിക്കുന്നത് സുകൃതം കൊണ്ടാണ്. ഏതൊക്കെയോ ജന്മങ്ങളിൽ ചെയ്ത സുകൃതം കൊണ്ടാണ് അങ്ങനെ പ്രവേശിക്കാൻ സാധിച്ചത്. ഇനിയോ ആ സമുദ്രവും അതിലെ കപ്പലും നമ്മൾ സങ്കല്പിച്ചു നമ്മളുടെ ശരീരമായിട്ട് ഭൂമിയിലുള്ള, അതിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഗുരുനാഥൻ വേണം എന്ന് നമ്മൾ നേരത്തെ ഒരു ദശകത്തിൽ പഠിച്ചു. അപ്പോൾ എന്തിനാണ് ആ കപ്പൽ മറ്റേതെങ്കിലും പാറക്കല്ലിലോ ഐസ്ബർഗിലോ ഒക്കെ തട്ടി ഉടഞ്ഞു പോവാതെ കൃത്യമായ വഴിയിലൂടെ സഞ്ചരിച്ച് അപ്പുറം കടക്കണം. അപ്പോൾ അതിന് സഹായിക്കുന്ന കപ്പിത്താനാണ് ഗുരുനാഥൻ എന്ന് പറയുന്നു. പിന്നെ ഈ കപ്പലും ഗുരുനാഥനും ഉണ്ടായാൽ മാത്രം പോരാ. അപ്പോൾ എല്ലാം സമുദ്രം ജലം ആവശ്യമാണ്, കപ്പൽ ആവശ്യമാണ്, അതിലേക്ക് ഗുരുനാഥൻ കപ്പിത്താൻ ആവശ്യമാണ്. ഇനി ഇതൊക്കെ ഉണ്ടായാലും കാറ്റ് അനുകൂലമല്ലെങ്കിൽ കപ്പൽ എത്ര നല്ല വിദഗ്ധനായ കപ്പിത്താനാണെങ്കിലും മറ്റേതെങ്കിലും വഴിക്ക് പോയി ചുഴിയിലകപ്പെടാം. അപ്പോൾ ആ കാറ്റാണ്, അനുകൂലമായിട്ടുള്ള ആ കാറ്റാണ് ഭഗവാൻ എന്ന് പറയാണ്. അനുകൂലമായിട്ടുള്ള കാറ്റ് പോലെയാണ് ഭഗവാൻ അവിടുന്ന്. അപ്പോൾ അങ്ങനെ ആ സംസാര സമുദ്രത്തിൻ്റെ മറുകരയിലേക്ക് എത്തിക്കണേ എന്ന് ഇവിടെ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു. 6-ാമത്തെ ശ്ലോകം. അവ്യക്തം മാർഗയന്തഃ ശ്രുതിഭിരപി നയൈഃ കേവലജ്ഞാനലുബ്ധാഃ ക്ലിശ്യന്തേതീവ സിദ്ധിം ബഹുതരജനുഷാമന്ദ ഏവാപ്നുവന്തി ദൂരസ്ഥഃ കർമ്മയോഗോപി ച പരമഫലേനന്വയം ഭക്തിയോഗസ്ത്വാമൂലാദേവ ഹൃദ്യസ്ത്വരിതമയി ഭവത്പ്രാപകോ വർദ്ധതാം മേ. ഇപ്പോൾ ഈ ബ്രഹ്മത്തെ അന്വേഷിക്കുന്ന, പരബ്രഹ്മസ്വരൂപത്തെ ദർശിക്കാനായിട്ട് ശ്രമിക്കുന്ന, ജ്ഞാനയോഗം അനുഷ്ഠിക്കുന്ന ആളുകൾ, അവർ ഉപനിഷത്തുകളും ബ്രഹ്മമീമാംസാദികളൊക്കെയാണ് പഠിക്കുക. അതിൽ യുക്തികളൊക്കെ അന്വേഷിച്ചിട്ട് അവർ ആ പരബ്രഹ്മത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് സാധിക്കുമോ? ഇതൊക്കെ പഠിച്ചെടുക്കാൻ തന്നെ, വായിക്കാൻ തന്നെ പ്രയാസം, അത് മനസ്സിലാക്കാൻ ഇനിയും പ്രയാസം, അനുഷ്ഠിക്കാൻ അതിലേറെ പ്രയാസം. ഇങ്ങനെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് തലകുത്തനെ നിന്ന് വ്യാകരണം പഠിക്കുന്ന ബ്രാഹ്മണൻ്റെ കഥ നമ്മൾ ശങ്കരാചാര്യർ വർണ്ണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതേപോലെ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ഭഗവാനെ തിരയാന്ന് പറയണത് എപ്രകാരമാണെന്ന് ചോദിച്ചാൽ, പാലിൽ നിന്ന് തൈരുണ്ടാവുന്നു, ആ തൈരിൽ നിന്ന് വെണ്ണ ഉണ്ടാവുന്നു. പക്ഷേ വെണ്ണയിൽ പാലിനെ അന്വേഷിച്ചാൽ എങ്ങനെ ലഭിക്കും? പാലിൻ്റെ എന്തെങ്കിലും ഗുണങ്ങൾ വെണ്ണയിലുണ്ടോ? ഇല്ല. അതേസമയം പാലും വെണ്ണയും തമ്മിൽ ബന്ധമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധാരം തന്നെ പാലാണ് അല്ലേ. ഏറ്റവും അടിയിൽ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കിടക്കുന്നത് ആ പാലാണ്. അപ്പം അതുപോലെയാണ് പരബ്രഹ്മ രൂപം. ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ആ ഭഗവാന്റെ പരബ്രഹ്മ രൂപത്തെക്കുറിച്ച് തന്നെ ആയിരിക്കും പറയണത്. അത് നിർലീനമായി കിടക്കണം. അതിന് തിരിഞ്ഞ് വേർപ്പെടുത്തിയെടുക്കാൻ പ്രയാസമാണെന്നർത്ഥം. അതിന് ആദ്യം വായിക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല, പിന്നീട് അനുഭവ സമ്പത്ത് വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന, അതിന് ഇനിയും ധാരാളം അർത്ഥങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് പൊന്തി വരാൻ തുടങ്ങും. അപ്പോൾ ഒന്നുകിൽ കൺഫ്യൂസ്ഡ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാവും പഠിച്ചതൊന്നും ഒന്നുമല്ല, എവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ പഠിച്ച് വരുന്തോറും അക്കരെ കാണാൻ പറ്റാത്ത ആവുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ജന്മങ്ങൾ എടുത്തിട്ടായിരിക്കും ഈ ജ്ഞാനയോഗത്തിൽ മുക്തി പ്രാപ്തമാക്കാൻ സാധിക്കുക എന്നർത്ഥം. അനേകം ജന്മങ്ങളുടെ അവസാനത്തിൽ മുക്തി പ്രാപിക്കും.
സംശയമില്ല, ഒന്നും മോശമല്ല, പക്ഷെ സമയമെടുക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കർമ്മയോഗവും അതുപോലെ തന്നെയാണ്. ആ മോക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരെ നിൽക്കുന്ന ഒരു കാര്യമാണ്. കർമ്മയോഗവും അനുഷ്ഠിക്കാൻ പ്രയാസമാണ്. അനുഷ്ഠിച്ച് തെറ്റുകൾ വരുത്തി വീണ്ടും ആദ്യം തുടങ്ങി അനുഷ്ഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജന്മങ്ങളെ കൊണ്ട് അതേ ജന്മത്തിൽ തന്നെ സിദ്ധിക്കുക എന്നുള്ളത് വളരെ വിഷമമാണ്. ഒരുപക്ഷെ 2 ജന്മം കൊണ്ടോ അല്ലെങ്കിൽ എത്ര ജന്മം കൊണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നർത്ഥം. അതേസമയം ഭക്തിയോഗമാവട്ടെ ആദ്യം മുതലേ മധുരാണ്, സച്ചിദാനന്ദം. അപ്പോൾ ആനന്ദമയമാണ്. ആദ്യവും നടുക്കും അവസാനവും ഒക്കെ മധുരമുള്ള വഴി ഭക്തിയോഗമാണെന്ന് മാത്രം. അധരം മധുരം വദനം മധുരം മധുരാധിപതയെ അഖിലം മധുരം എന്ന് പറയുന്നു. ഇപ്പോൾ കണ്ണനെ വർണ്ണിക്കുന്നത് പോലും അങ്ങനെയാണ്. അപ്പോൾ വിഷയങ്ങൾ ഉള്ള നമ്മൾക്ക്, വിഷയാസക്തിയുള്ള നമ്മൾക്ക് ആ രീതിയിൽ കണ്ണനെ കാണാൻ സാധിക്കുന്നു അല്ലേ. അപ്പം അതുപോലെ അങ്ങനെ ആ ഭഗവാന്റെ സൗന്ദര്യത്തെ ആരാധിക്കുന്ന മാർഗം എന്ന് പറയുന്നത് ഈ ഭക്തിയോഗത്തിലാണ്. അവിടെ നമ്മൾ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടായിരിക്കും തുടക്കം മുതൽ അവസാനം വരെ. ഒരു പക്ഷേ ആ ജന്മത്തിൽ തന്നെ നമുക്ക് മുക്തി സിദ്ധിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് ഈ ഭക്തിയോഗമാണെന്ന് പറയണം. അതുകൊണ്ട് തന്നെ അല്ലയോ ഭഗവാനെ, ഈ ഭക്തിയോഗം എന്നിൽ വളർന്നു വരുമാറാകട്ടെ എന്നാണ് പറയുന്നത് ഭട്ടതിരിപ്പാട്. ശ്ലോകം 7. ജ്ഞാനായൈവാദിയത്നം മുനിരപവദതേ ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഢം ത്വത്പാദഭക്തിം ശരണമയതി യസ്തസ്യ മുക്തികരാഗ്രേ ത്വധ്യാനേപീഹ തുല്യാ പുനരസുകരതാ ചിത്തചാഞ്ചല്യഹേതോരഭ്യാസാദാശു ശക്യം തദപി വശയിതും ത്വത്കൃപാചാരുതാഭ്യാം. ഇപ്പോൾ മുനിഹി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യാസ മഹർഷിയാണ്. വ്യാസൻ ആണ് മുനി എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കവി എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യർ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മുനിഹി ജ്ഞാനായ ഏവ അതിയത്നം അപവദതേ, വ്യാസഭഗവാൻ എന്നാണ് നമ്മൾ പറയുക. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അവതാരമായിട്ടാണ് വ്യാസ ഭഗവാനെ കാണുന്നത്. അതുകൊണ്ടാണ് വ്യാസഭഗവാൻ എന്ന് തന്നെ വിളിക്കാൻ കാരണം. അതുകൊണ്ട് വ്യാസൻ്റെ വാക്കുകൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്നുണ്ട് നമ്മൾ. മറ്റുള്ള കൃതികളിലും ഒന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കാളും കൂടുതൽ വ്യാസൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പല ശ്ലോകങ്ങളിലും ഈ നാരായണീയത്തിൽ തന്നെ കണ്ടു. വ്യാസൻ പോലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ വാചകം. അപ്പം ഇവിടെ അത് തന്നെയാണ് പറയണത്. വ്യാസഭഗവാൻ കേവല ജ്ഞാനത്തിനായിക്കൊണ്ടുള്ള തീവ്ര പ്രയത്നത്തെയാണ് നിഷേധിക്കുന്നത്. എന്നാൽ കേവല ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവനെ പറ്റിയിട്ടുള്ള ബേസിക്കായിട്ടുള്ള ആ ജ്ഞാനം, അതിനെ കൈവല്യം എന്ന് പറയും. കേവല ജ്ഞാനം, അതിനാണ് കൈവല്യം എന്ന് പറയുന്നത്. അതേസമയം ഒരു ഗുരുമുഖത്തു നിന്ന് ബ്രഹ്മതത്വം ശ്രവിച്ചിട്ട് ആ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചാൽ കൈത്തുമ്പിൽ മുക്തി ലഭിക്കുന്ന പറയുന്നത്. അവൻ്റെ കൈത്തുമ്പിൽ മുക്തി വന്നു ചേരുന്നു എന്ന് പറയാണ്. ഇനി ധ്യാനിക്കുമ്പോഴാണെങ്കിലും മനസ്സിന് അസ്ഥിരത വരിക. ചിത്തചാഞ്ചല്യ ഹേതോഹോ, നന്നായി കണ്ണടച്ച് ധ്യാനിക്കുന്ന സമയത്ത് മനസ്സ് മറ്റ് പലയിടങ്ങളിലും വ്യാപരിക്കുക. വീട്ടിലുള്ള കാര്യങ്ങൾ, വീട്ടിലുള്ള മറ്റാളുകളെക്കുറിച്ച്, നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്നലെ ചെയ്തു പോയ കാര്യങ്ങൾ. അതല്ലാന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് ധ്യാനിക്കണം എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ തുടങ്ങും സ്റ്റോപ്പ് വാച്ച്, എന്താ അലാറം തരാത്ത, ഞാൻ ശരിക്കും ഫിക്സ് ചെയ്തില്ലേ എന്നൊക്കെ തോന്നുക. ഇങ്ങനെ
ധ്യാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെയാവുക. നന്നായി ഒരു ചത്ത അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം പോലെ അനങ്ങാതെ ആ മനസ്സിനെ ശരിക്കും ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുക, അല്ലെങ്കിൽ മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തിയാൽ ഈ പറഞ്ഞ മുക്തി നമുക്ക് സിദ്ധിക്കാവുന്നതേ ഉള്ളൂ. ഇത് ജ്ഞാനസമ്പാദനത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് എങ്ങനെയാണോ പരബ്രഹ്മ രൂപത്തെ പ്രാപ്തമാവുന്നത് അതേപോലെ തന്നെയുള്ള അനുഭവത്തിലേക്ക് ഈ ധ്യാനവും നമ്മളെ കൊണ്ടെത്തിക്കും. അത് പക്ഷേ ഒരു ഗൈഡൻസിലൂടെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾക്ക് ഗുരുവിനെ പ്രാപ്തമാക്കി ആ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. മാത്രമല്ല ഭക്തിയും വേണം. അപ്പോഴാണ് ഭഗവാന്റെ ആ രൂപത്തിൽ മനസ്സ് അർപ്പിക്കാനുള്ള കഴിവ് നമ്മൾക്ക് പ്രാപ്തമാവുക. അപ്പോൾ അതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് സിദ്ധിക്കുള്ളൂ എന്ന് അർത്ഥം. ഇപ്പോൾ ഭഗവാന്റെ ദയ, പിന്നെ ആ സൗന്ദര്യം, സാധകൻ്റെ പരിശീലനം, അങ്ങനെ ഇതെല്ലാം തികഞ്ഞാൽ മാത്രം വേഗത്തിൽ സ്വാധീനിക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. 8ാമത്തെ ശ്ലോകം. നിർവിണ്ണകർമ്മമാർഗേ ഖലു വിഷമതമേ ത്വത്കഥാദൗ ച ഗാഢം ജാതശ്രദ്ധോപി കാമാനൈ ഭുവനപതേ നൈവ ശക്നോമി ഹാതും തദ്ഭൂയോ നിശ്ചയേന ത്വയി നിഹിതമനാ ദോഷബുദ്ധ്യാ ഭജം സ്ഥാൻ പുഷ്ണീയാം ഭക്തിമേവ ത്വയി ഹൃദയഗതേ മങ്ഷുനങ്ഷ്യന്തി സംഗാഹ. അല്ലയോ ജഗദീശ്വര, വിശ്വരൂപ, വിശ്വനാഥ എന്നൊക്കെ വിളിച്ച അതേ അർത്ഥം ഭുവനപതേ എന്ന് വിളിക്കുമ്പോൾ ആ യാഗം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രയാസമേറിയ വിഷമതമേ കർമ്മമാർഗേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പ്രയാസമേറിയ ആ അനുഷ്ഠാനത്തിൽ വിരക്തി വരിക. എന്നിട്ട് ഭക്തിയിൽ പറഞ്ഞിട്ടുള്ള നവധാ ഭക്തി എന്ന് പറയില്ലേ, ശ്രവണം, കീർത്തനം, മനനം അങ്ങനെയുള്ള ആ നവധാ ഭക്തി, കഥാശ്രവണം, നാമസങ്കീർത്തനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ലതായിട്ട് ശ്രദ്ധ ഉറപ്പിക്കുക, ആഗ്രഹം ഉണ്ടാവുക. എന്നിട്ട് ആ വീട്, പുത്രമിത്ര കളത്രാദികളൊക്കെ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയണത് എല്ലാവർക്കും പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും വിശ്വാസത്തോടെ, അതായത് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ഒരുപാട് നൂലുകളുണ്ട്. ഗൃഹസ്ഥാശ്രമിയാണെങ്കിലും ഏതാശ്രമത്തിലും നമ്മളുടെ ശ്രദ്ധ മറ്റ് പല കാര്യങ്ങളിലേക്കും പോകാൻ വേണ്ടതായിട്ടുള്ള കുറേ നൂലുകൾ ഉണ്ട്. അതാണ് ഗൃഹപുത്ര മിത്ര കളത്രാദികൾ. ഓക്കെ, അവനൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ അവരൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറയണത്. അവിടുത്തെ മനസ്സുറപ്പിച്ച് ദോഷം എന്ന ബുദ്ധിയോടുകൂടി ആ കാമങ്ങളെ സേവിച്ചുകൊണ്ട് ഭക്തിയെ ഞാൻ പരിപോഷിപ്പിച്ചു കൊള്ളാം എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ആ ഹൃദയത്തിൽ ഇരുന്നരുളിയാൽ പിന്നെ ആ വിഷയാസക്തികളൊക്കെ പെട്ടെന്ന് നശിച്ചുകൊള്ളും എന്നാണ് പറയണത്. ഇതിനെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നന്നായി ഡയബറ്റിസ് ഉള്ള ഒരാൾ ധാരാളം മധുരം കഴിച്ചിട്ട് ഒരു ഗുളികയ്ക്ക് പകരം 2 ഗുളിക വിഴുങ്ങുന്നത് പോലെയാണത്. പക്ഷേ അറിയാം ഈ ജന്മത്തിൽ ഇപ്പോൾ ഇതേ സാധിക്കുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് അങ്ങനെ പ്രാർത്ഥിച്ചത്. ബ്രാഹ്മണ ജന്മം ലഭിച്ച അദ്ദേഹത്തിന് ധാരാളം ജ്ഞാനവും സിദ്ധിച്ചിട്ടുണ്ട്. കർമ്മങ്ങൾ ഒരു സന്ദർഭം കഴിഞ്ഞപ്പോൾ നന്നായി തന്നെ കർമ്മങ്ങളും അനുഷ്ഠിച്ചു. ഭഗവാന്റെ ദർശനവും പ്രാപ്തമാക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. ഇപ്പോൾ ഇതൊക്കെ വിഷയസുഖങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ സാധിച്ചതാണ് അദ്ദേഹം. ഇത് തന്നെയാണ് ഇവിടെയും പ്രാർത്ഥിക്കുന്നത്. വലിയ വാഗ്ദാനങ്ങളൊന്നും ധൈര്യമായിട്ട് പറയണില്ല. പകരം
ഈ ഇത്ര ദോഷങ്ങളൊക്കെ എന്നിലുണ്ട്, എങ്കിലും ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ആ ഭക്തിയെ ഞാൻ പരിപോഷിപ്പിച്ചു കൊള്ളാം എന്നാണ് അദ്ദേഹം പറഞ്ഞതിനർത്ഥം. 9-ാമത്തെ ശ്ലോകം. കശ്ചിത് ക്ലേശാർജിതാർത്ഥക്ഷയ വിമലമതിർനുദ്യമാനോ ജനൗഘൈഃ പ്രാഗേവം പ്രാഹ വിപ്രോ ന ഖലു മമ ജന കാലകർമ്മഗ്രഹാവാ ചേതോ മേ ദുഃഖഹേതുസ്തദിഹ ഗുണഗണം ഭാവയത് സർവകാരീത്യുക്ത്വാ ശാന്തോ ഗതസ്ത്വാം മമ ച കുരു വിഭോ താദൃശീം ചിത്തശാന്തിം. ഇനിയിപ്പോൾ ഒരു വൈരാഗ്യം വന്ന ഒരാളുടെ ജ്ഞാനം സ്വയമേവ സിദ്ധിച്ച ഒരു ബ്രാഹ്മണൻ്റെ കഥ ഇവിടെ പറയാണ്. പണ്ട് ഒരു കാലത്ത് ഒരു ബ്രാഹ്മണൻ വളരെ പണിപ്പെട്ട് ധനസമ്പാദനം നടത്തി. ആളാണെങ്കിൽ വളരെ ലുബ്ധതയുള്ള ആളാണ്, പിശുക്കനാണ്, പിശുക്കൻ. അതായത് പണം എന്തിനൊക്കെ ഉപയോഗിക്കാമോ അതിനൊന്നിനും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല, സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചില്ല. അപ്പോൾ പിന്നെ ഭാര്യ, മക്കൾ, ബന്ധുക്കളൊക്കെ മറക്കുക. അങ്ങനെ അദ്ദേഹം ധാരാളം പണം സമ്പാദിച്ചു. എല്ലാവരും അദ്ദേഹത്തിന് വെറുത്തു. കാരണം കാശ് ശേഖരിച്ചു വയ്ക്കാന്നല്ലാണ്ട് അതുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളും. അപ്പോൾ പിന്നെ ദാനധർമ്മങ്ങളൊക്കെ ഓർക്കേ വേണ്ട, ഒന്നും അദ്ദേഹം ചെയ്തില്ല. ഒരു കാലം കഴിഞ്ഞപ്പോൾ ബന്ധുക്കളും കള്ളന്മാരും ഭരണാധികാരികളും ഒക്കെ അദ്ദേഹത്തിൻ്റെ സമ്പത്തൊക്കെ തട്ടിയെടുത്തു. കുറേ കട്ടുകൊണ്ടുപോയ ആളുകൾ, ബന്ധുക്കൾ കുറേ അടിച്ചെടുത്തു. കുറേ കാരണങ്ങളെ കൊണ്ട് ഗവൺമെൻറ്റും ബാക്കിയുള്ളതും കൊണ്ടുപോയി. ഇപ്പോൾ അയാളുടെ കയ്യിലൊന്നുമില്ല, പിച്ച തണ്ടാനുള്ള അവസ്ഥയായി. കയ്യിൽ കുത്തിപ്പിടിച്ചിരുന്ന വടി പോലും വേറെ ആൾ കൊണ്ടുപോയി. ഇതുവരെ ആരെയും സഹായിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഭിക്ഷാപാത്രത്തിൽ ആളുകൾ ഭിക്ഷ കൊടുക്കുന്നതിന് പകരം തുപ്പി വയ്ക്കുക ചെയ്തത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥ എത്തിയപ്പോഴാണ്, അതായത് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല, എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ബോധം വന്നത് എന്ന് പറയാണ്. നായം ജനോമേ സുഖ ദുഃഖ ഹേതു എന്ന് പറയാണ്. ആരും എൻ്റെ ദുഃഖത്തിന് കാരണമില്ല, എൻ്റെ മനസ്സ് തന്നെയാണ് കാരണം. മറ്റുള്ളവരോ കാലമോ കർമ്മമോ സൂര്യാദിഗ്രഹങ്ങളോ ഒന്നും ദുഃഖത്തിന് കാരണമല്ല എന്ന്. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾക്ക് കഷ്ടം വന്നു കഴിഞ്ഞാൽ അവൻ കാരണം അല്ലെങ്കിൽ അവർ കാരണം എനിക്കിങ്ങനെയായി, അല്ലാന്നുണ്ടെങ്കിൽ കാലം സമയം ശരിയല്ല അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. സൂര്യഗ്രഹാദികൾ, അതായത് ഇപ്പോൾ എനിക്ക് കണ്ടകശനിയാണ്, അല്ലെങ്കിൽ രാഹുകേതുക്കളുടെ അപഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും. ഇപ്പോൾ കണ്ടകശനി എന്ന് പറയുന്നത് പരീക്ഷണ കാലഘട്ടമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അതുവരെ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ കണ്ടകശനിയിൽ ഒരു പ്രശ്നം വരില്ല. അതല്ല, കുറേ കഷ്ടകാലങ്ങൾ, കുറേ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കാൻ പറ്റിയ സമയമാണ് ആ കണ്ടകശനി കാലം. അപ്പം ആ ആളുകൾക്കാണ് കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അവനവൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ പറ്റിയോ കാലത്തെയോ കർമ്മത്തെയോ അല്ലെങ്കിൽ സൂര്യഗ്രഹാദികളെ ഒന്നും പഴിക്കാൻ പാടില്ല. തൻ്റെ മനസ്സ് തന്നെയാണ് തൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് മനസ്സിലാക്കണം എന്നാണ് പറയണത്. അപ്പോൾ കർത്തൃത്വം, ഭോക്തൃത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ചെയ്യണത്, എൻ്റെയാണ് ഇത്, എനിക്കുള്ളതാണ് എന്നൊക്കെയുള്ള ഗുണങ്ങളെ ആരോപിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. അങ്ങനെ എങ്ങനെയാണോ ഈ വിപ്രന് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മനഃശാന്തി വന്നത്, അതുപോലെയുള്ള മനഃശാന്തി സർവശക്ത എനിക്കും പ്രാപ്തമാക്കി തരണേ എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത്. 10-ാമത്തെ ശ്ലോകം. ഐളപ്രാഗുർവശീം പ്രത്യതിവിവശമനാഃ സേവമാനശ്ചിരം താം ഗാഢം നിർവിദ്യ ഭൂയോ യുവതി സുഖമിദം ക്ഷുദ്രമേവേതി ഗായൻ ത്വദ്ഭക്തിം പ്രാപ്യ പൂർണ്ണസുഖതരമചരത് തദ്വദുദ്ധൂതസംഗം ഭക്തോത്തം സംക്രിയാമാം പവനപുരപതേ ഹന്തമേരുന്ധിരോഗാൻ. ഐളപ്രാഗുർവശീം, ഐള എന്ന് പറയാൻ കാരണം ബുധന്
ഇളയിലുള്ള പുത്രനാണ് പുരൂരവസ്. പുരൂരവസിന് ഊർവശിയോട്, അതായത് ദേവസുന്ദരിയായിട്ടുള്ള, നമ്മൾ ഒരു ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു അത് എങ്ങനെയാണ് ഊരിക്കളിൽ നിന്ന് ഉർവശിയെ നാരായണൻ സൃഷ്ടിച്ചതെന്ന് നമ്മൾ കണ്ടു. അപ്പം ആ ഉർവശിയോടുള്ള പ്രേമം, അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. തുടകൾ എപ്പോഴും കാമത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഉർവശി, അതിൽ ഒരുപാട് കാലം ആ പുരൂരവസ് ആ സൗന്ദര്യത്തെ സേവിച്ചു. കാളിദാസ കൃതിയുണ്ട്, വിക്രമോർവശീയം എന്നാണ് പേര് തോന്നുന്നു. അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് സീൻ ബൈ സീനായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ വളരെ കാലം സേവിച്ചതിന് ശേഷം ക്രമേണ അദ്ദേഹത്തിന് വിരക്തി വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ കാമിനി സമാഗമ സുഖം അത് നിസ്സാരാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പാടിക്കൊണ്ട് ഭഗവാനിൽ ഭക്തി സമ്പാദിച്ച് പരിപൂർണനായി തീർന്നു. എന്നിട്ട് ജീവൻ മുക്തനായിട്ട് പിന്നീട് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയാണോ ആ പുരൂരവസ് രാജാവ് വിഷയത്തിൽ വിരക്തി വന്ന് ഭഗവാനിൽ സായുജ്യമടഞ്ഞത്, അതുപോലെ തന്നെ വിഷയാസക്തി വെടിഞ്ഞ് ഭക്തശിരോമണിയാക്കിയിട്ട് എന്നെ തീർക്കണേ എന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഭക്തശിരോമണി എന്ന് പറയുമ്പോൾ ഭക്തന്മാരിൽ ശ്രേഷ്ഠൻ, അങ്ങനെയുള്ള സ്ഥാനം അടിയനെ പ്രാപ്തമാക്കി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഹന്തമേ രോഗാൻ രുന്ധി എന്നും പറയുന്നുണ്ട്. ആ ഭക്തി ലഭിക്കുന്നു, പക്ഷേ അതിന് പ്രതിസന്ധിയായിട്ട് ഇവിടെ രോഗം ഉണ്ട്. നന്നായിട്ടൊന്ന് ഇരുന്ന് കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിക്കാൻ ആവാത്ത വണ്ണം രോഗം ശല്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതിബന്ധമായിരിക്കുന്ന എൻ്റെ രോഗങ്ങളെ ഉന്മൂലനം ചെയ്യണേ എന്ന് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം സമർപ്പിക്കുകയാണ് ഭട്ടതിരിപ്പാട്. കൂടെ നമ്മൾക്കും അതേ പ്രാർത്ഥന മുന്നോട്ട് വയ്ക്കാം. ആ ഭഗവാനിൽ ഇളകാത്ത ഭക്തി, പിന്നെ രോഗങ്ങളിൽ നിന്നും മറ്റുള്ള സകല ദുഃഖങ്ങളിൽ നിന്നും അറുതി, ഇതെല്ലാം നമ്മളുടെയും പ്രാർത്ഥനയായിട്ട് മാറ്റാം. അങ്ങനെ 100ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നാരായണീയോത്സവം. ഇതിൽ ഒരുപാട് ഭാഗ്യവാന്മാർ പാരായണം ചെയ്യുകയും വ്യാഖ്യാനം നിർവഹിക്കുകയും ഒക്കെ ചെയ്തു. ഏറ്റവും എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്ന് പറയണത്, വലിയ വലിയ പാരായണക്കാരല്ല, സാധാരണക്കാരായ വീട്ടമ്മമാരും കുട്ടികളും ഒക്കെയാണ് ഇതിൽ ധാരാളമായിട്ട് പങ്കെടുത്തു വന്നത്. പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഉണ്ടായി, അവരൊക്കെ ഇതിൽ പങ്കെടുത്തു. അവർക്കൊപ്പം തന്നെ മറ്റുള്ളവരും പഠിച്ച് പങ്കെടുത്ത് ആ ധന്യത കൈവരിച്ചു. അപ്പോൾ അതുപോലെ എനിക്കും അവസരങ്ങൾ ലഭിച്ചു. ഞാനതിന് ആ സർവേശ്വരനോടും നിമിത്തമായി തീർന്ന ഈ കളരി സ്പന്ദനവും അതിൻ്റെ ആളുകൾക്കും എല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ദശകം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കട്ടെ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ആനന്ദചിന്മയനേ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം.